രേഷൻ ടോക്സിൻ്റെ അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം. ഇതിപ്പോൾ നമ്മൾ പറയുന്നത് വെച്ചാൽ ഈ അടുത്ത കാലത്ത് ബോബി ചെമ്മണ്ണൂരും ഹണിറോസും തമ്മിലുണ്ടായ ഒരു വിഷയം, അതായത് ഒരു ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് ഹണിറോസ് പങ്കെടുക്കുകയും ബോബി ചെമ്മണ്ണൂർ ഒരിക്കലും പറയാൻ പാടില്ലാത്ത രീതിയിലുള്ള ചില കമൻസുകൾ പാസ്സാക്കി അല്ലെങ്കിൽ പറയുകയും ചെയ്തതിൻ്റെ ഫലമായിട്ട് പിന്നീട് ഹണിറോസ് അതിൻ്റെ പരാതിയായിട്ട് മുന്നോട്ട് വരികയും അല്ലെങ്കിൽ തന്നെ അന്ന് തന്നെ ബോബി ചെമ്മണ്ണൂർ പറഞ്ഞതിന് ഒരുപാട് തരത്തിലുള്ള എതിർപ്പാണ് സമൂഹത്തിൽ പലരുടെ ഭാഗത്തുനിന്നും ഉണ്ടായത്. കാര്യം ഒരു സ്ത്രീ ഏതു തരത്തിലുള്ള വസ്ത്രം ധരിച്ചാലും ആ സ്ത്രീയുടെ അടുത്ത് മോശമായിട്ടുള്ള ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ട് ഒരു പുരുഷന്മാർക്കും അല്ലെങ്കിൽ മറ്റൊരു സ്ത്രീക്കും ആർക്കും അതിനുള്ള യാതൊരുവിധ അവകാശവുമില്ല. അതായത് ഇവിടെ ഇന്ത്യൻ ഭരണഘടനയിൽ പുരുഷനും സ്ത്രീക്കും തുല്യമാണ് എന്നുള്ള രീതി നമുക്കറിയാം. അപ്പം നിയമ സംവിധാനം വരുമ്പോഴത്തേക്ക് സ്ത്രീകൾക്ക് ചില മുൻഗണനകൾ അവിടെ ഉണ്ട്. പക്ഷേ നമ്മൾക്കിപ്പോൾ തുല്യമാണെങ്കിൽ പോലും, അതായത് നമുക്ക് ആ രീതിക്ക് തന്നെ കാണാം, ഒരു പുരുഷനും സ്ത്രീയും തുല്യമാണെന്നുള്ള രീതിക്ക് തന്നെ നമുക്ക് കാണാൻ പറ്റും. ആ രീതിയിൽ നമ്മൾ നോക്കിയാൽ തന്നെയും ഒരു സ്ത്രീയുടെ അടുത്ത് നമ്മൾ മോശമായിട്ട് നമുക്കിപ്പോൾ പറയാനുള്ള കാര്യങ്ങൾ പറയാം, പക്ഷെ അതൊരു മോശമായിട്ടൊരു ദ്വയാർത്ഥം വരുന്ന രീതിയിലുള്ള വാക്കുകൾ പറയുകയോ അല്ലെങ്കിൽ കൈകൊണ്ടുള്ള ആക്ഷനുകൾ കാണിക്കുകയോ ചെയ്യുന്നത് ഒരിക്കലും ശരിയായിട്ടുള്ള ഒരു കാര്യമല്ല. അതിനോട് നമുക്ക് യോജിക്കാൻ പറ്റത്തില്ല. അതിനോടൊപ്പം തന്നെ നമുക്ക് പറയേണ്ടുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, സമൂഹത്തിൽ നമുക്കിപ്പോൾ ഇഷ്ടപ്പെട്ട വസ്ത്രം ധരിച്ച് നമുക്ക് സമൂഹത്തിലോട്ട് ഇറങ്ങാമെന്ന് പറയുമ്പോൾ തന്നെ സമൂഹത്തിലോട്ട് ഇറങ്ങുന്ന സമയത്ത്, പ്രത്യേകിച്ച് ഒരു സെലിബ്രിറ്റിയൊക്കെ ആണെങ്കിൽ, നമ്മൾ സമൂഹത്തിന് നമ്മുടെ വേഷവിധാനത്തിൽ നിന്ന് അല്ലെങ്കിൽ നമ്മുടെ വാക്കുകളിൽ നിന്ന് എന്ത് മാതൃകാപരമായിട്ടുള്ള കാര്യങ്ങളാണ് വരും തലമുറയ്ക്ക് നമ്മൾ കൊടുക്കുന്നത് എന്നുകൂടി നമ്മൾ ഓർക്കണം. നമ്മൾ ഇത്തരത്തിലുള്ളൊരു വസ്ത്രങ്ങൾ ഇപ്പം ഇന്നാര് ധരിച്ചു എന്ന് കാണുമ്പം ഈ പറയുന്ന കണക്കത്തെ ഓരോ വീടുകളിലുള്ള പെൺകുട്ടികളാണെങ്കിലും അല്ലെങ്കിൽ മറ്റുള്ള ആൾക്കാരാണെങ്കിലും അല്ലെങ്കിൽ പുരുഷന്മാർ ധരിക്കുന്ന ചില വസ്ത്രങ്ങളെയും സമൂഹത്തിൽ വളർന്നു വരുന്ന അല്ലെങ്കിൽ വളരെ ചെറുപ്പക്കാരായിട്ടുള്ള യുവാക്കളും ഇത്തരത്തിലുള്ളൊരു വസ്ത്രങ്ങൾ ഉപയോഗിക്കാൻ അല്ലെങ്കിൽ ഒരു ട്രെൻഡിൻ്റെ പുറകെ പോകുന്ന ഒരു കാര്യമുണ്ട്. അപ്പോൾ അതിനോട് നമുക്കൊരു ഈ വസ്ത്രം ധരിക്കുന്ന ഒരു ബോധം വേണം. ഇപ്പം നമുക്കിപ്പോൾ ആർക്കും ക്ലാസ് ഒന്നും കൊടുക്കാൻ പറ്റത്തില്ല, ഇപ്പം നിങ്ങൾ ഇന്ന വസ്ത്രം ധരിച്ച് ഇറങ്ങാവുള്ളത്. പക്ഷേ അത് വസ്ത്രം ധരിക്കുന്നവർക്ക് അത്തരത്തിലുള്ളൊരു ബോധം വേണം, അല്ലെങ്കിൽ അത്തരത്തിലൊരു ചിന്ത വേണം. ഞാൻ ഇത്തരത്തിലുള്ളൊരു വസ്ത്രം ഇട്ടുകൊണ്ട് ഒരു പൊതുമധ്യത്തിലേക്ക് അല്ലെങ്കിൽ പൊതുജന മധ്യത്തിലേക്ക് നമ്മൾ പോകണോ വേണ്ടായോ എന്നുള്ളത് അവർക്ക് അത്തരത്തിലുള്ളൊരു ചിന്ത വേണം. അപ്പോൾ ഇത് നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഇപ്പോൾ ബോബി ചെമ്മണ്ണൂരിൻ്റെ ഭാഗത്തു നിന്നാണെങ്കിലും ഹണിറോസിൻ്റെ ഭാഗത്തു നിന്നാണെങ്കിലും രണ്ടുപേരുടെ ഭാഗത്തു നിന്നും വീഴ്ചകളുണ്ട്. പക്ഷേ നമ്മൾ ആ വീഴ്ചകൾ നോക്കുമ്പോൾ തന്നെ ബോബി ചെമ്മണ്ണൂരിനെ ഒരിക്കലും നമുക്ക് ന്യായീകരിക്കാൻ പറ്റത്തില്ല. അത് ബോബി ചെമ്മണ്ണൂരിൻ്റെ പ്രവൃത്തി കൊണ്ടാണ് അദ്ദേഹത്തിന് നമുക്ക് ന്യായീകരിക്കാൻ സാധിക്കാത്ത കാര്യം. അതേ ഒരിക്കലും ഒരു സ്ത്രീയുടെ അടുത്ത്, ഇപ്പോൾ ഏത് വസ്ത്രം ധരിച്ച് വരുന്ന സ്ത്രീയുടെ അടുത്തായാലും നമ്മൾ ചെന്ന് പറയുമ്പോൾ നമ്മുടെ വീട്ടിലെ സ്ത്രീകളോ അത്തരത്തിലുള്ളൊരു വസ്ത്രങ്ങളോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള വസ്ത്രങ്ങൾ മാന്യമായിട്ടുള്ള വസ്ത്രങ്ങൾ ധരിച്ച് പുറത്തിറങ്ങുമ്പോൾ പോലും മറ്റൊരാൾ അത്തരത്തിലുള്ളൊരു വാക്കുകൾ ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആർക്കായാലും സഹിക്കാൻ പറ്റത്തില്ല. നമ്മൾ ആരായാലും അതിന് സ്വാഭാവികമായിട്ടും പ്രതികരിക്കും. അപ്പം സ്വാഭാവികമായിട്ടും ബോബി ചെമ്മണ്ണൂരിൻ്റെ ഭാഗത്ത് 100% തെറ്റുണ്ട് എന്ന് തന്നെയാണ് ഞാൻ ഈ ഒരു കാര്യത്തിനകത്ത് ഞാൻ കാണുന്നത്. അതുപോലെ ഹണിറോസും ഒന്നും കൂടെ ആലോചിക്കണം. ഇത്തരത്തിലുള്ള വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ട് ഇനി സമൂഹത്തിലോട്ട് ഉദ്ഘാടനത്തിനും മറ്റു കാര്യങ്ങൾക്കും പോകുമ്പോൾ ഇത്തരത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കണോ വേണ്ട എന്ന്. ഇപ്പോൾ ഇവരുടെ രണ്ടുപേരുടെയും കാര്യം അവിടെ നിൽക്കുമ്പോഴത്തേക്ക് എനിക്ക് മനസ്സിലാവാത്ത ഒരു കാര്യം എന്ന് വെച്ചാൽ, എന്നോ ഒരിക്കൽ ഇപ്പം ലാലേട്ടൻ്റെ ചില സിനിമയ്ക്കകത്ത് അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ചില വാക്കുകൾ അത് നമുക്കറിയാം. ഉദാഹരണം താണ്ഡവം പോലുള്ള അല്ലെങ്കിൽ ചില സിനിമയ്ക്കകത്തൊക്കെ അദ്ദേഹത്തിൻ്റെ ചില ദ്വയാർത്ഥം വരുന്ന വാക്കുകൾ അല്ലെങ്കിൽ ദ്വയാർത്ഥം വരുന്ന രീതിയിലുള്ള അല്ലെങ്കിൽ അർത്ഥം ശരിയാവാത്ത രീതിയിലുള്ള അദ്ദേഹത്തിൻ്റെ കൈകൊണ്ടുള്ള ആംഗ്യ പ്രകടനങ്ങൾ ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അതിപ്പോൾ എനിക്ക് തോന്നുന്നൊരു പക്ഷേ ചിലപ്പം ലാലേട്ടനെ സംബന്ധിച്ചിടത്തോളം ഒരു സ്ക്രിപ്റ്റ് റൈറ്റർ എഴുതിക്കൊണ്ട് വരുമ്പം അല്ലെങ്കിൽ അദ്ദേഹത്തിനെ സംവിധാനം ചെയ്യുന്ന ഒരു ഡയറക്ടറെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം അത് ആവശ്യപ്പെടുമ്പം അതിനകത്ത് യാതൊരുവിധ എതിരും കൂടാതെ അഭിനയിക്കുന്ന ഒരു സ്വഭാവമായതുകൊണ്ടായിരിക്കാം ലാലേട്ടന് ചില സിനിമയ്ക്കകത്ത് അത്തരത്തിലുള്ള വാക്കുകൾ പ്രയോഗിക്കേണ്ടി വന്നിട്ടുള്ളത്. അത് ഈ അടുത്ത കാലത്ത് എനിക്ക് തോന്നുന്നു അഖിൽമാരാരോ മറ്റോ പറയുകയും ചെയ്തു. ഇപ്പോൾ മമ്മൂക്കയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടല്ല, ഇപ്പോൾ ഒരു ബിഗ് ബോസിൻ്റെ ഒരു സ്ക്രിപ്റ്റഡ് ആണെന്നൊക്കെ പറയുമ്പോൾ തന്നെ മമ്മൂക്കയുടെ മുമ്പിലോട്ട് എഴുതിക്കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ പറ്റത്തില്ലെന്നുള്ള കാര്യങ്ങൾ അദ്ദേഹം ആരുടെ മുഖത്ത് നോക്കിയിട്ടാണെങ്കിലും പറയും, അല്ലെങ്കിൽ പേപ്പറെല്ലാം കൂടെ ചുരുട്ടിക്കൂട്ടി അദ്ദേഹം ദൂരോട്ട് എറിയും. അത് അദ്ദേഹത്തിൻ്റെ രീതി. കാര്യം അദ്ദേഹം സമൂഹത്തിൻ്റെ മുമ്പിൽ അദ്ദേഹം ഈ പറഞ്ഞ കണക്ക് ഒരു നടനാണ്, കാര്യമൊക്കെയാണ്. പക്ഷേ സമൂഹത്തിലുള്ള ആൾക്കാർ എങ്ങനെയാണ് ഒരു നടനെ മാതൃകയാക്കുന്നത് എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ അദ്ദേഹത്തിന് നല്ല നിശ്ചയമുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ കൊക്കക്കോള പോലുള്ള ചില കമ്പനികളുടെ പരസ്യത്തിൽ നിന്ന് തന്നെ മമ്മൂക്ക വർഷങ്ങൾക്ക് മുമ്പ് വലിയൊരു തുക 2.5 കോടിയോളം രൂപ ഓഫർ ചെയ്തിട്ട് മമ്മൂക്ക പിന്മാറിയിട്ടുള്ള കാര്യങ്ങൾ നമുക്കറിയാം. പിന്നീട് ഒരു ഇൻ്റർവ്യൂവിൽ അടുത്ത കാലത്ത് എനിക്കൊന്ന് എബ്രഹാം ഓസ്ലറിനെ മറ്റും ഏതൊരു ഇൻ്റർവ്യൂവിൽ മമ്മൂക്ക എടുത്ത് ചോദിക്കുകയും മമ്മൂക്ക അത് ഈ കാതലോ ഏതോ സിനിമയുടെ പ്രൊമോഷനോട് ബന്ധപ്പെട്ട് മമ്മൂക്ക എടുത്ത് ചോദിക്കുകയും മമ്മൂക്ക അത്തരത്തിലുള്ള പരസ്യങ്ങൾ അഭിനയിക്കാനുള്ള താല്പര്യമില്ലായ്മയും ഒക്കെ മമ്മൂക്ക പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പം അങ്ങനെയൊക്കെ നമ്മൾ നോക്കും. ഇപ്പോൾ ലാലേട്ടനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം അങ്ങനെ എനിക്ക് തോന്നുന്നു ആരോടും നോ പറയാത്ത സ്വഭാവമായതുകൊണ്ടായിരിക്കും ചില സിനിമയ്ക്കകത്ത് അദ്ദേഹത്തിന് ഒരു ദ്വയാർത്ഥം വരുന്ന രീതിയിലുള്ള ഡയലോഗുകൾ പറയേണ്ടെന്ന്. അപ്പം എനിക്ക് തോന്നുന്നു ലാലേട്ടനെ പറയുന്നതിനേക്കാളും നല്ലത് കുറച്ചുകൂടെ ആൾക്കാർ ചോദിക്കേണ്ടെന്ന് അതിൻ്റെ സംവിധായകനോടാണ്, അല്ലെങ്കിൽ അതിൻ്റെ കഥയോ തിരക്കഥയോ സംഭാഷണമോ എഴുതിയിട്ടുള്ള ആൾക്കാരോടാണ്. നിങ്ങൾ എന്തിനാണ് ഇത്തരത്തിലുള്ള രീതിയിൽ നിങ്ങളുടെ സിനിമയ്ക്കകത്ത് എഴുതി വെക്കുന്നതെന്ന്. കാര്യം ലാലേട്ടനകത്ത് ഉത്തരവാദിത്വം ഇല്ലെന്നോ അല്ലെങ്കിൽ ലാലേട്ടനകത്തുനിന്ന് പൂർണ്ണമായിട്ട് ഒഴിഞ്ഞു മാറാൻ പറ്റുമെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ എന്നാലും ഈ പറഞ്ഞ കണക്ക് ലാലേട്ടനേക്കാട്ടുപരി ഇപ്പം ആരോ കുറേ
കാലത്തിന് മുമ്പുള്ള എനിക്കൊന്ന് ഏഷ്യനെറ്റ് കണ്ട് സംഘടിപ്പിച്ചിട്ടുള്ള ഏതോ ഒരു സ്റ്റാർ നൈറ്റോ അല്ലെങ്കിൽ ഏഷ്യനെറ്റിൻ്റെ ഏതൊരു ഫിലിം അവാർഡിൻ്റെയോ ഏതോ ഒരു വേദിയിൽ ലാലേട്ടൻ ഒരു പൊതുവേദിയിലിരുന്നിട്ട്, അത് സദസ്സിലല്ല പൊതുവേദിയിലിരുന്നിട്ട് മമ്മൂക്കയുടെയും സിദ്ദിഖിനോടും ഒപ്പം ഇരുന്നപ്പം ലാലേട്ടൻ കൈകൊണ്ട് കാണിച്ച ഒരു ആംഗ്യ പ്രകടനം. കാര്യം അത് ആ കാലത്ത് എനിക്ക് തോന്നുന്നത് വളരെ ചെറിയ രീതിയിലുള്ള വിമർശനങ്ങളൊക്കെ അതിനെ നേരിട്ടിട്ടുണ്ട്. അതിപ്പം ഒരുപാട് വർഷങ്ങൾക്ക് പുറകോട്ടുള്ള ഒരു കാര്യമാണ്. ഇപ്പം അതും എടുത്തുകൊണ്ട് വന്നിട്ട് ലാലേട്ടൻ അങ്ങനെ പറഞ്ഞില്ലേ, ലാലേട്ടൻ ഇങ്ങനെ പറഞ്ഞില്ലേ എന്ന ഇത്തരത്തിലുള്ള ഒരു വീഡിയോ പ്രചരിപ്പിക്കുന്നത് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാര്യം അത് വളരെ മോശമായിട്ടുള്ള ഒരു കാര്യമാണ്. കാര്യം എന്തോ ഒരു സാഹചര്യത്തിൽ അദ്ദേഹം അങ്ങനെ കാണിച്ചു പോയിട്ടുണ്ടെങ്കിൽ തന്നെയും അന്ന് വേണമെങ്കിൽ അദ്ദേഹത്തിനെ വിമർശിക്കാമായിരുന്നു. അല്ലാതെ ഇത്രയും വർഷങ്ങൾക്ക് ശേഷം ആ പഴയ വീഡിയോ എടുത്തുകൊണ്ട് വന്ന് സോഷ്യൽ മീഡിയയിലെ മറ്റ് പേജുകളിലൂടെയൊക്കെ അത് പ്രചരിപ്പിച്ച് ലാലേട്ടനെ കൂടുതൽ ആക്ഷേപങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്നത് ഒരു നല്ല കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും ഇത്തരത്തിലുള്ള ഇപ്പം ആരുടെ ഭാഗത്തു നിന്നാണെങ്കിലും തെറ്റായിട്ടുള്ള വാക്കോ പ്രവൃത്തിയോ അതിപ്പം ആരുടെ ഭാഗത്തു നിന്നാണെങ്കിൽ ഇപ്പം ഈ പറഞ്ഞ കണക്ക് സമൂഹത്തിന് യോജിക്കുന്നതല്ലെന്നുള്ള രീതിയിൽ വസ്ത്രം ധരിക്കുന്നവരോടാണെങ്കിലും അത്തരത്തിലുള്ളൊരു വസ്ത്രങ്ങൾ ധരിച്ചോ മാന്യമായ വസ്ത്രം ധരിച്ചു വരുന്ന ഒരാളോട് അസഭ്യവും അനാവശ്യവും പറയുന്ന പുരുഷനോടായാലോ അല്ലെങ്കിൽ ഈ പറഞ്ഞ കണക്ക് ഇപ്പം സിനിമയ്ക്ക് വേണ്ടിയിട്ട് നായകനെ കൊണ്ട് എന്ത് തോന്നിവാസവും പറയിപ്പിക്കാൻ വേണ്ടിയിട്ട് സ്ക്രിപ്റ്റ് എഴുതി കൊടുക്കുന്ന അല്ലെങ്കിൽ സംഭാഷണം എഴുതി കൊടുക്കുന്ന കഥാകൃത്തിനോടോ തിരക്കഥാകൃത്തിനോടോ അല്ലെങ്കിൽ സംഭാഷണ രചയിതാവിനോടോ ആരോടായാലും ശരി, ഇതൊരു നല്ല രീതിയല്ല. ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്കകത്തെല്ലാം വളരെയേറെ മാറ്റം വരേണ്ടുന്ന സാഹചര്യങ്ങൾ ഒരുപാട് കൂടിപ്പോയിരിക്കുന്നു. അതുകൊണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഇനിയെങ്കിലും ഒഴിവാക്കപ്പെടും എന്ന് നമുക്ക് വിചാരിക്കാം.